എന്റെ റിവ്യൂസിന്റെ ഒക്കെ ഏകദേശം അവസാനമാണ് ആ സിനിമ അല്ലെങ്കിൽ സീരീസിനെ കുറിച്ച് മൊത്തത്തിലുള്ള എന്റെ അഭിപ്രായം പറയുക. ഈ മുഴുവൻ വീഡിയോ കാണാത്ത ആൾക്കാർക്ക് വേണ്ടി അതൊന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. ദ ഗെയിം യു നെവർ പ്ലേ, രാജേഷ് എം ഷെൽവ സംവിധാനം ചെയ്ത് ശ്രദ്ധ ശ്രീനാഥ്, സന്തോഷ് പ്രതാപ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ വന്ന് ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഈ തമിഴ് ക്രൈം ത്രില്ലർ സീരീസിനെ കുറിച്ചാണ് ഇന്ന്. ഒരു ഗെയിം ഡെവലപ്പറായ കാവ്യയുടെ കഥയാണിത്. ഒരു ഓൺലൈൻ ഇന്റർവ്യൂവിന് ശേഷം അവളെ സോഷ്യൽ മീഡിയയിൽ കുറെ പേർ ചേർന്ന് സൈബർ അറ്റാക്കിംഗ് ആരംഭിക്കുകയും തുടർന്ന് നടക്കുന്ന സംഭവങ്ങളുമാണ് ദ ഗെയിം എന്ന ഈ സീരീസ് പറയുന്നത്. എനിക്ക് തോന്നുന്നു നെറ്റ്ഫ്ലിക്സിൽ ആദ്യമായിട്ട് റിലീസ് ചെയ്യുന്ന ഒരു ഡയറക്റ്റ് തമിഴ് വെബ് സീരീസ് ആണ് ഇത് എന്ന്. ഇതിനു മുമ്പ് പാവകഥകൾ എന്ന് പറഞ്ഞ ഒരു സീരീസ് വന്നിരുന്നെങ്കിൽ അതൊരു സിനിമ, ഒരു ആന്തോളജി സിനിമ കണ്ടതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതൊരു പക്ക വെബ് സീരീസ് വൈബ് തരുന്ന, അതായത് ഒറ്റക്കഥ തന്നെ ഒരു സീസണിൽ പറയുന്ന സീരീസ് ആണ്. സോ ഞാൻ ആ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇത് കാണാം എന്ന് ആദ്യം തന്നെ വിചാരിച്ചത്. ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് സീരീസ് സംസാരിക്കുന്നത്. പുരുഷാധിപത്യ സമൂഹത്തിൽ സ്വന്തം കാലിൽ നിൽക്കുന്ന ചില സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങൾ. തീർച്ചയായിട്ടും സംസാരിക്കേണ്ട ഒരു സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയം തന്നെയാണ് സീരീസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഈ ഒരു ബേസിക് ഐഡിയ ആയിരുന്നു ഇതിന്റെ മെയിൻ പോസിറ്റീവായിട്ട് പറയാനുള്ളത്. പക്ഷെ അത് എന്തുമാത്രം വർക്കായി എന്നുള്ളതാണ് ചോദ്യം. വളരെ ഫാസ്റ്റ് പേസിൽ കഥ പറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളത് ഇതിന്റെ പോസിറ്റീവാണ്. ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ അത്യാവശ്യം റിയലിസ്റ്റിക് ആയിരുന്നു. അതുപോലെ ക്ലൈമാക്സിലെ ചില സംഭവങ്ങളും വലിയ ത്രില്ലിംഗ് ഒന്നും അല്ലെങ്കിലും രസമുണ്ടായിരുന്നു. പിന്നെ ഇതിലെ നായകൻ തമ്മിലുള്ള റിലേഷൻ വളരെ ഭംഗിയായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഓവർ ക്രിഞ്ച് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഒരുപാട് ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഇത് കണ്ടു തീർക്കാം എന്നുള്ളതും സീരീസിന്റെ പോസിറ്റീവാണ്. ഡീസന്റ് ആയിട്ടുള്ള പെർഫോമൻസുകളാണ് സീരീസിലുള്ളത്. പ്രധാന വേഷങ്ങളിൽ വന്ന ശ്രദ്ധ ശ്രീനാഥ്, പുള്ളിക്കാരിയുടെ ഭർത്താവായിട്ട് വന്ന സന്തോഷ് പ്രതാപ്, സുഭാഷ് ശെൽവം, ചാന്ദിനി തമിഴരസൻ, ശ്യാമഹരണി, വിനോദ് ഉമാപതി, അങ്ങനെ എല്ലാവരുടെയും നീറ്റ് പെർഫോമൻസ് ആയിരുന്നു. ക്യാമറ എഡിറ്റിംഗ്, പ്രൊഡക്ഷൻ ഡിസൈൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും അങ്ങനെ എടുത്തു പറയത്തക്ക പ്രത്യേകത ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. സോ ടെക്നിക്കലി അത്ര വലിയ ഗംഭീരമായിട്ടുള്ള സംഭവമായിട്ട് തോന്നിയില്ല. ഇനി സീരീസിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, പ്രോമിസിംഗ് ആയിട്ടുള്ള പ്ലോട്ട് ആയിരുന്നെങ്കിലും എക്സിക്യൂഷനിലാണ് ഇതിന്റെ പാളിയതെന്ന് പറയാം. ഞാൻ പറഞ്ഞില്ലേ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്ത്രീകളോട് ചിലർക്ക് തോന്നുന്ന വൈരാഗ്യമൊക്കെയാണ് സീരീസ് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പക്ഷെ അത് കഥ പറയുമ്പോൾ ഏച്ചുകെട്ടൽ ഫീൽ ചെയ്യാതെ സ്മൂത്ത് ആയിട്ട് ബ്ലെൻഡ് ആയിട്ട് പോവുകയാണ് വേണ്ടത്. അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി. പക്ഷെ ഇതിലത് കുറച്ച് ഫോഴ്സ്ഡ് പൊളിറ്റിക്സ് പോലെയാണ് ഫീൽ ചെയ്തത്. ഒരു നാച്ചുറൽ ആയിട്ടോ അല്ലെങ്കിൽ അത്ര കൺവിൻസിംഗ് ആയിട്ടോ പലയിടങ്ങളിലും അനുഭവപ്പെട്ടില്ല. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് ഇതിനുള്ളത്. യാതൊരു ഹൈ മൊമെന്റ്സും തരുന്നില്ല. നമ്മൾ കണ്ടുമടുത്ത സ്റ്റൈലിൽ വലിയ എക്സൈറ്റ്മെന്റ് ഒന്നും തരാതെയാണ് ഇതിന്റെ കഥ പറച്ചിൽ രീതിയും. ഒപ്പം വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഇതിന്റെ മിസ്റ്ററി അതൊന്നും അത്രയ്ക്ക് ആവേശകരമായിട്ട് തോന്നിയില്ല. ഇമോഷണൽ കണക്ഷൻ ആണെങ്കിലും അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല. അപൂർണമായിട്ട് കഥ കൊണ്ട് നിർത്തി അടുത്ത സീസണിൽ തുടരാം എന്ന നിലയിലുള്ള അതിന്റെ ക്ലൈമാക്സും അത്രയ്ക്ക് തൃപ്തി തന്നില്ല. ആകെ മൊത്തം ടോട്ടലിൽ ഒരു ബിലോ ആവറേജ് സീരീസ് ആയിട്ടാണ് എനിക്ക് ഇത് അനുഭവപ്പെട്ടത്. ചിലയിടങ്ങളിൽ അല്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയെങ്കിലും ഒട്ടും എക്സൈറ്റ്മെന്റ് തന്നില്ല എന്നുള്ളതാണ്. വളരെ ഡൾ ആയിട്ടുള്ള ഒരു കഥ പറച്ചിലായിരുന്നു. ക്രൈം ത്രില്ലർ ലവേഴ്സിന് വേറെ ഒന്നും കാണാനില്ല എങ്കിൽ നിങ്ങളുടെ റിസ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു സീരീസ് എന്ന് ഞാൻ പറയുകയുള്ളൂ. നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് ഇത് റിലീസ് ആയിട്ടേ ഉള്ളൂ. 29 മുതൽ 35-40 മിനിറ്റ് വരെ ദൈർഘ്യമുള്ള 7 എപ്പിസോഡുകളാണ് സീരീസിലുള്ളത്. 18+ ഒന്നുമല്ല, പക്ഷെ ചെറിയ ചില അഡൽട്ട് ലാംഗ്വേജ് സീൻസ് ഒക്കെ ഉണ്ട്. സോ 16+ എന്ന് പറയാം. തമിഴ് അപ്പം മലയാളം ഡബിങ്ങും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഈ സീരീസ് കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുമല്ലോ. ശരിയാണ്.